everyone, welcome back to Baby's Magic Desk. ഇന്ന് നമ്മളൊരു സാരി കേക്കാണ് ഉണ്ടാക്കുന്നത്. വിപ്ഡ് ക്രീം കേക്കിൽ ഫോണ്ടൻ്റ് യൂസ് ചെയ്തിട്ട് എങ്ങനെയാണ് ഒരു സാരി ഡിസൈൻ നീറ്റായിട്ട് ചെയ്യുന്നതെന്നാണ് കാണിക്കുന്നത്. ഇതുപോലെ സിമ്പിളായിട്ടൊരു സാരി കേക്ക് മാത്രമായിട്ടും ചെയ്യാം, അല്ലെങ്കിൽ പ്രീ വെഡ്ഡിങ് ഫങ്ഷൻസിന് വേണ്ടിയിട്ട് നമുക്കതിനെ ഒന്ന് മാറ്റി ഡിസൈൻ ചെയ്തിട്ട് ഹൽദി കേക്ക് അല്ലെങ്കിൽ ധോൽക്കി കേക്കൊക്കെ ആയിട്ട് മാറ്റാനും പറ്റും. ഞാനിത് ആദ്യം ഒരു പ്ലെയിൻ സാരി കേക്കായിട്ട് ഉണ്ടാക്കിയിട്ട് പിന്നെ അതിൻ്റെ മുകളിൽ കുറച്ച് എലമെൻസും കൂടെ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു കേക്കിൽ ഫോണ്ടൻ വർക്ക് തുടങ്ങുന്നതിന് മുമ്പ് നമ്മുടെ കേക്ക് ആദ്യം റെഡിയാക്കി വെക്കണം. ക്രീമിൽ കവർ ചെയ്ത് ഷാർപ്പ് എഡ്ജൊക്കെ ചെയ്ത് സെറ്റാകാൻ വേണ്ടി വെക്കണം. കാരണം ഈ ഫോണ്ടൻ വർക്ക് നമ്മൾ ചെയ്തിട്ട് ഡ്രൈ ആകാൻ പാടില്ല. നന്നായിട്ട് ഡ്രൈ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കേക്കിൽ ഇത് ഫിക്സ് ചെയ്യുമ്പോൾ ബെൻഡുള്ള ഭാഗത്തൊക്കെ ക്രാക്ക് വരും. അപ്പോൾ അതിന് നീറ്റ്നെസ് ഉണ്ടാവില്ല. അപ്പോൾ ആദ്യം തന്നെ കേക്ക് റെഡിയാക്കി വെക്കുക, എന്നിട്ട് ഫോണ്ടൻ വർക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഞാനിവിടെ കുറച്ച് റെഡ് ഫോണ്ടൻ്റ് എടുത്ത് അതിനെ നീളത്തിൽ റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു സ്കെയിലിൻ്റെ നീളത്തിലും അതിൻ്റെ തന്നെ ഒരു വീതിയിലുമാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ഇതൊരു 30 സെൻറ്റിമീറ്ററിൻ്റെ സ്കെയിലാണ്. സാരിയുടെ ഓരോ പ്ലീറ്റ്സും സെപ്പറേറ്റ് ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ സ്ട്രൈപ്സ് ആയിട്ട് കട്ട് ചെയ്തെടുക്കുന്നത്. ഫോണ്ടൻ്റ് ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തെടുത്തതിന് ശേഷം അതിൻ്റെ സൈഡിൽ ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കണം. നന്നായിട്ട് പ്രസ് ചെയ്ത് ഒട്ടിക്കേണ്ട കാര്യമൊന്നുമില്ല, ജസ്റ്റ് ഫോൾഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇതുപോലെ നമുക്ക് ആവശ്യമുള്ള അത്രയും പ്ലീറ്റ്സ് ഫോണ്ടൻ്റ് നീളത്തിൽ റോൾ ചെയ്ത് കട്ട് ചെയ്ത് റെഡിയാക്കി വെക്കുക, അറേഞ്ച് ചെയ്ത് വെക്കുക. അപ്പോൾ നമുക്ക് ഏകദേശം ആവശ്യമുള്ള അത്രയും പ്ലീറ്റ്സ് നമുക്ക് ഉണ്ടാക്കി വെക്കാം. ഇനിയിപ്പോൾ 1-2 എക്സ്ട്രാ ആയാലും കുഴപ്പമില്ല. നമ്മൾ കേക്കിൽ അറേഞ്ച് ചെയ്ത് വെക്കുമ്പോഴേ നമുക്കത് അറിയാൻ പറ്റുള്ളൂ. ഇനി കേക്കിൽ വെച്ചിട്ട് ലെങ്ത്ത് കൂടുകയാണെങ്കിലും നമുക്കത് കട്ട് ചെയ്ത് റെഡിയാക്കാൻ പറ്റും. ഇപ്പോൾ സാരിക്ക് വേണ്ട പ്ലീറ്റ്സ് എല്ലാം റെഡി ആയിട്ടുണ്ട്. അതിനൊരു ട്രേയിൽ മാറ്റി വെക്കുന്നുണ്ട്. ഇനി ഡെക്കറേഷന് വേണ്ടിയിട്ടൊരു ഫ്ലവർ വേണം. ഫോണ്ടൻറ്റിൻ്റെ ഫ്ലവർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതുപോലൊരു സിലിക്കോൺ മോൾഡാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. സിലിക്കോൺ മോൾഡിനകത്ത് വേണമെങ്കിൽ നമുക്ക് കുറച്ച് കോൺഫ്ലവർ ഡസ്റ്റ് ചെയ്ത് കൊടുക്കാം. അത് കൂടി പോകാനും പാടില്ല. കൂടി പോയി കഴിഞ്ഞാൽ നമ്മൾ ഡീമോൾഡ് ചെയ്തെടുത്താലും ആ ഒരു വൈറ്റ് പാച്ചസ് ഫ്ലവറിലുണ്ടാവും. പിന്നെ അത് റിമൂവ് ചെയ്യാൻ നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ ഇതുപോലുള്ള സിലിക്കോൺ മോൾഡ് യൂസ് ചെയ്യുമ്പോൾ നമ്മളെപ്പോഴും ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലം എന്ന് വെച്ചാൽ അത് ഡീമോൾഡ് ചെയ്തെടുക്കുമ്പോൾ ചിലപ്പോൾ ഫോണ്ടൻ്റ് സ്ട്രെച്ചായി പോകാനും ഷേപ്പ് കറക്റ്റ് കിട്ടാതിരിക്കാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ ഇല്ലാതിരിക്കാനും നമ്മൾ ഇതിനകത്ത് നന്നായിട്ട് പ്രസ് ചെയ്ത് ഫോണ്ടൻ്റ് അമർത്തി വെച്ച് എക്സ്ട്രാ ഒക്കെ റിമൂവ് ചെയ്ത് സെറ്റാക്കിയതിന് ശേഷം ഫ്രിഡ്ജിലൊരു 3-4 മിനിറ്റ് വെക്കുക. അപ്പോൾ അത് ഡീമോൾഡ് ചെയ്തെടുക്കാൻ ഈസി ആയിരിക്കും, കറക്റ്റായിട്ട് ഷേപ്പും കിട്ടും. ഫ്രീസറിലാണ് കേട്ടോ വെക്കേണ്ടത്. ഇനി നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള സാരിക്കൊരു ബോർഡർ ഡിസൈൻ കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു മസ്റ്റാർഡ് യെല്ലോ കളറാണ് ഫോണ്ടൻ്റ് എടുത്തിട്ടുള്ളത്. അത് നേരത്തെ ചെയ്ത പോലെ തന്നെ നീളത്തിലൊന്ന് റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതൊരു ഷുഗർ ലേസിൻ്റെ സിലിക്കോൺ മോൾഡാണ്. ഇതിൽ വെച്ചിട്ട് നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക. ആ ഒരു ഡിസൈൻ നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ പ്രസ് ചെയ്യണത്. ഇങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ ഫോണ്ടൻ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ ഡിസൈന് വൃത്തിയായിട്ട് കിട്ടില്ല. അപ്പോൾ മൂവ് ചെയ്യാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. എന്നിട്ട് ഇതുപോലെ ഒന്ന് റോൾ ചെയ്ത് കൊടുക്കുക. റോൾ ചെയ്തതിന് ശേഷം വീണ്ടും ഞാനൊന്ന് സ്കെയിൽ വെച്ച് പ്രസ് ചെയ്തിട്ടാണ് ഡീമോൾഡ് ചെയ്തെടുത്തത്. ഇപ്പോൾ നമുക്ക് നല്ലൊരു ബോർഡർ ഡിസൈൻ കിട്ടിയിട്ടുണ്ട്. ഇനി അതിൻ്റെ എക്സ്ട്രാ വരുന്ന ഭാഗമൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ഒഴിവാക്കുക. ഈ ഒരു മസ്റ്റാർഡ് യെല്ലോ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ യെല്ലോ കളറിൽ ഒരു 1-2 ഡ്രോപ്പ് ബ്രൗൺ ആണ് ആഡ് ചെയ്തത്. ബ്രൗൺ ജെൽ കളർ തന്നെയാണ് ഫോണ്ടൻറ്റിൽ ആഡ് ചെയ്തിട്ടുള്ളത്.
അപ്പോൾ നമുക്ക് ഗോൾഡ് കളർ ലേസാണ് വേണ്ടതെന്ന് വെച്ചാൽ ഗോൾഡ് ഡസ്റ്റൊക്കെ കൊടുക്കുമ്പോൾ നന്നായിട്ട് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കും. അല്ലെങ്കിൽ നമ്മൾ നോർമൽ വൈറ്റ് കളറിൽ ഗോൾഡ് ഡസ്റ്റ് ചെയ്ത് ഗോൾഡ് ലേസ് ഉണ്ടാക്കുകയെന്ന് വെച്ചാൽ ഒരുപാട് ഗോൾഡ് ഡസ്റ്റ് യൂസ് ചെയ്യേണ്ടി വരും. ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് കുറച്ചൊന്ന് ഡസ്റ്റ് ചെയ്താൽ തന്നെ അത് നന്നായിട്ട് ഷൈൻ ചെയ്യും. ഗോൾഡ് ഡസ്റ്റ് ചെയ്യുന്നതിൻ്റെ മുന്നുള്ളൊരു ലുക്കാണ് കേട്ടോ ഇത്. സാരിയുടെ ബോർഡർ ഡിസൈന് പ്ലീറ്റ്സിൻ്റെ 2 സൈഡിലും വെച്ച് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ലുക്കാണ് ഉണ്ടാവുക. ഇനി ഇതിൽ ഗോൾഡ് ഡസ്റ്റും കൂടെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ഷൈനിങ്ങും കിട്ടും. അതിന് വേണ്ടിയിട്ട് കുറച്ച് എഡിബിൾ മെറ്റാലിക് ഗോൾഡ് ഡസ്റ്റ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ ബോർഡർ ഡിസൈനിലൊന്ന് ഡസ്റ്റ് ചെയ്ത് കൊടുക്കുക. കണ്ടില്ലേ, ഇതിപ്പോൾ നല്ലൊരു ഗോൾഡൻ ബോർഡർ ഡിസൈൻ ആയിട്ടുണ്ട്. നമ്മൾ മസ്റ്റാർഡ് യെല്ലോ കളറിൽ ഗോൾഡ് ഡസ്റ്റും കൂടെ കൊടുത്തപ്പോൾ നല്ല ഷൈനിങ് ഉണ്ട്. ഇപ്പോൾ ഇത് പ്ലീറ്റ്സിൻ്റെ 2 സൈഡിലും വെച്ച് കൊടുത്തപ്പോൾ നല്ലൊരു പട്ട് സാരി പോലെ തന്നെ ഫീൽ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഫോണ്ടൻറ്റിലുള്ള നമ്മുടെ സാരിയുടെ വർക്ക് ഏകദേശം കഴിഞ്ഞു. ഇനി നിങ്ങൾക്കൊരു പ്ലെയിൻ സാരി കേക്കാണ് വേണ്ടതെങ്കിൽ ഫോണ്ടൻറ്റിൻ്റെ വർക്ക് അത്രേ വരുന്നുള്ളൂ. ഞാനിത് ചെയ്തതൊരു ധോൽക്കി ഫംഗ്ഷന് വേണ്ടിയിട്ടുള്ളൊരു കേക്കായിട്ടാണ്. അതുകൊണ്ട് അതിൽ കുറച്ചുകൂടെ എലമെൻസും കൂടെ ആഡ് ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. ഹെന്ന കോൺസും കുറച്ച് കുഷ്യൻസും ധോൽക്കിയും എല്ലാം കൂടെ വെച്ചിട്ടുള്ളൊരു ഡിസൈനായിരുന്നു. ഹെന്ന ഉണ്ടാക്കിയത് ഗ്രീൻ കളറിലാണ്. ഗ്രീൻ കളർ കോണാണ് ഉണ്ടാക്കിയത്. ബാക്കിയെല്ലാം ഡിഫറെൻറ്റ് കളേഴ്സാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കിയതും കൂടെ കാണാം. നമ്മുടെ കേക്കിൽ സാരിയാണ് ഹൈലൈറ്റ്. അതുകൊണ്ട് ഈ എലമെൻറ്റ്സ് എല്ലാം ചെറിയ ചെറിയ പീസസ് ആയിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇനി നമുക്ക് കേക്ക് ഡെക്കറേറ്റ് ചെയ്യണം. കേക്ക് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സാരി റെഡിയാക്കി വെച്ചിട്ടുള്ള സാരി പ്ലീറ്റ്സൊക്കെ എടുത്ത് വെക്കുക. ഇത് നമ്മൾ ഫ്രിഡ്ജിൽ സെറ്റാകാൻ വെച്ചിട്ടുള്ള കേക്കാണ്. അതെടുത്തിട്ട് അതിൻ്റെ മുകളിൽ ആദ്യം ബോർഡർ വെച്ച് കൊടുക്കുക. ബോർഡർ ഡിസൈനാണ് ആദ്യം വെച്ച് കൊടുക്കുന്നത്. ഇതുപോലെ താഴെ ഒരു ബെൻഡ് മുകളിലൊരു ബെൻഡൊക്കെ കൊടുത്ത് പതുക്കെ പ്രസ് ചെയ്ത് കൊടുക്കണം. ഈ ബെൻഡുള്ള ഭാഗം ക്രാക്ക് ചെയ്യുമെന്നാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഡ്രൈ ആയി കഴിഞ്ഞാൽ. അപ്പോൾ നമ്മൾ ഫോണ്ടൻ്റ് ഒരുപാട് ഡ്രൈ ആവുന്നതിന് മുമ്പ് തന്നെ ഈ ഡെക്കറേഷൻ വർക്ക് ചെയ്തിരിക്കണം. അല്ലെങ്കിൽ നമ്മൾ വിചാരിച്ച പോലെ ഇതിനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല. ആ ഒരു ഫ്ലോ കിട്ടില്ല സാരിക്ക്. ഇതുപോലെ പതുക്കെ ക്രീമിൽ ഫോണ്ടൻ്റ് അമർത്തി കൊടുക്കുക. അപ്പോൾ അതവിടെ സ്റ്റിക്കായി നിന്നോളും. പ്ലീറ്റ്സ് മുകളിൽ കുറച്ച് ക്ലോസ് ആയിട്ടും താഴെ വൈഡറായിട്ടുമാണ് അറേഞ്ച് ചെയ്യേണ്ടത്.
ഇനി താഴെ നീളം എക്സ്ട്രാ വരുന്ന പോർഷന് കട്ട് ചെയ്ത് കൊടുക്കണം. ലാസ്റ്റ് നമ്മളത് കട്ട് ചെയ്യും, ഓരോ പ്ലീറ്റ്സ് ആയിട്ട് വെച്ച് അറേഞ്ച് ചെയ്തതിന് ശേഷം. ഇപ്പോൾ സാരിയുടെ എക്സ്ട്രാ ലെങ്ത്ത് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി സാരിയുടെ ഈ ബോട്ടം പോർഷനിൽ അത് സ്റ്റിക്കായിട്ടുണ്ടാവില്ല, മേലൊക്കെ ക്രീം ഉണ്ടല്ലോ, താഴെ കേക്ക് ബോർഡ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ ഭാഗം സ്റ്റിക്കാക്കി കൊടുക്കുന്നതിന് മുന്നേ ഗ്യാപ്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഒന്നുകൂടെ അടുപ്പിച്ച് കൊടുത്തതിന് ശേഷം പ്ലീറ്റ്സിൻ്റെ താഴെയുള്ള ഭാഗം ഒന്ന് എഡിബിൾ ഗ്ലൂവോ വാട്ടറോ ഒക്കെ ആക്കിയിട്ടൊന്ന് സ്റ്റിക്കാക്കി കൊടുക്കുക. ഇനി നേരത്തെ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ധോൽക്കി കുഷ്യൻസൊക്കെ വെക്കാൻ ഇതുപോലത്തെ ലോലിപോപ്പ് സ്റ്റിക്ക് യൂസ് ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ അതെന്തായാലും അതിൻ്റെ മുകളിൽ നിന്ന് തെന്നി പോകാൻ സാധ്യതയുണ്ട്. പിന്നെ ക്രീമിൽ തട്ടിയിട്ട് അതിൻ്റെ ഷേപ്പൊക്കെ മാറും, ക്രീം കേക്കിൻ്റെ ഫിനിഷിങ് പോവും. അതുകൊണ്ട് ഇതുപോലെയുള്ള ലോലിപോപ്പ് സ്റ്റിക്ക് യൂസ് ചെയ്യുന്നതാണ് എപ്പോഴും സേഫ്. ഇങ്ങനെ ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊരിക്കലും അതവിടെ നിന്ന് മൂവ് ചെയ്യാനൊന്നും സാധ്യതയില്ല. അപ്പോൾ ഈ സാരിയുടെ പ്ലീറ്റ്സ് വരുന്ന ഭാഗത്ത് കുറച്ച് തിക്കായിരിക്കും, അപ്പോൾ നമുക്ക് പെട്ടെന്ന് ലോലിപോപ്പ് സ്റ്റിക്ക് കൊണ്ട് പ്രസ് ചെയ്ത് താഴത്തോട്ട് ഇറക്കാൻ പറ്റില്ല. അപ്പോൾ ആദ്യം നമ്മളൊരു ഹോൾ ഇട്ട് കൊടുത്തിട്ട് അതിനകത്ത് ഇതുപോലെ താഴ്ത്തി കൊടുത്താൽ മതി. അപ്പോൾ അത് സ്റ്റേബിളായിട്ട് അവിടെ ഇരുന്നോളും. ഇത് നമ്മൾ നേരത്തെ ഫ്രീസറിൽ വെച്ചിട്ടുള്ള ഫ്ലവറാണ്. ഫ്ലവർ ഡിമോൾഡ് ചെയ്തെടുത്തതിന് ശേഷം അതും കൂടെ കേക്കിൻ്റെ മുകളിൽ ഒരു സൈഡിലായിട്ട് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. കേക്കിൻ്റെ വർക്ക് തീർന്നു, ഇനി ഇതിന് നെയിമും കൂടെ വെക്കണം. അപ്പോൾ അതിനൊരു പ്രോപ്പർ പൊസിഷൻ കാണുന്നുണ്ടായിരുന്നില്ല, കാരണം സാരിയുടെ ആ ഒരു വ്യൂ വരുന്ന ഫ്രണ്ട് പോർഷനിൽ നമ്മൾ ഇവിടെ ഒട്ടിച്ചു കഴിഞ്ഞാൽ ആ ഒരു പ്ലീറ്റ്സിൻ്റെ ഭംഗി പോവും. അപ്പോൾ ആദ്യം ഞാൻ അവിടെ വെക്കാമെന്ന് വിചാരിച്ചത്, പിന്നെ അത് മാറ്റിയിട്ട് മുകളിൽ ഒരു ലോലിപോപ്പ് സ്റ്റിക്ക് തന്നെ കൊടുത്ത് ഫിക്സ് ചെയ്യാണ് ചെയ്തത്. അപ്പോൾ ഈ ഒരു സാരി കേക്ക് ഡിസൈന് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ബേബീസ് മാജിക് ഡെസ്ക്.